ടെക് വർത്തമാനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസുകളിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന്, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോണുകൾ അത് 1 ലക്ഷം രൂപയായാലും 1.5 ലക്ഷം രൂപയാണെങ്കിലും ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. ഞാനത് ഒരു ബ്രാൻഡിൽ നിന്ന് എടുത്ത് പറയുന്നില്ല. വിവോ, ഐക്യു, സാംസങ്, ഐഫോൺ ഏതാണെങ്കിലും ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ കുറവാണ്. ഇപ്പോൾ 75,000-80,000 രൂപയ്ക്ക് എടുത്ത ഫോണുകളിൽ വരെ ക്യാമറയിൽ ഫോഗ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടി നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒന്നുകിൽ സിം ട്രേ ഊരി കുറച്ച് നേരം വെക്കുക, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാതെ കുറച്ച് നേരം മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അതിന് വേറൊരു സൊല്യൂഷൻ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 80 കിലോമീറ്ററെങ്കിലും ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കാലത്തും വൈകുന്നേരം ഇപ്പോൾ ബൈക്കിൽ പോകുന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ വെച്ച് വരെ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലോട്ട് തിരികെ കയറ്റി വെക്കും. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ വീണ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പാണെന്ന് വിചാരിക്കുക. നിങ്ങൾ കാരണം നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങൾ പോയി ഇടിച്ച് മറ്റൊരാൾക്കോ വരുന്ന അപകടത്തിന് ആരാണ് ഉത്തരവാദി? മാക്സിമം അതൊന്ന് ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് സംസാരിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു TWSO നെക്ക് ബാൻഡോ വാങ്ങി വെക്കുക. ഈ ഫോൺ വീണ് പോകുന്ന സമയത്ത് ഉണ്ടാവാനുള്ള ഒരു അപകടമെങ്കിലും ഒഴിവാക്കാമല്ലോ അതിൽ. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു 20 മുതൽ 40-45 വയസ്സിന് ഇടയിലുള്ള ആളുകളാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തന്നെ ചുറ്റും ഒന്ന് നോക്കുക. രാവിലത്തെ സമയം ഫോണുകളിൽ സംസാരിച്ച് പോകുന്ന ആളുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ വലത്തെ കൈകൊണ്ടാണല്ലോ ആക്സലേറ്റർ കൂട്ടുക. ഈ വലത്തെ കൈ കൊണ്ട് ഫോൺ സംസാരിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ആക്സിലേറ്റർ പിടിച്ചിട്ട് പോകണം. അത് വളവും തിരിവും ഒക്കെ എടുത്ത് പോവുക. സംഭവം ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു തന്തവൈബായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു കുഴപ്പമില്ല. അങ്ങനെ തോന്നിയാലും ഒരു കുഴപ്പമില്ല. 2 മക്കളുടെ അച്ഛനുമായി ഏകദേശം 35 വയസ്സുമായി. അപ്പോൾ പിന്നെ തന്തവൈബ് ആവുമല്ലോ. അപ്പോൾ നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് അപകടം ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലെങ്കിലും എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച ടെലഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചത് റിസ്റ്റോർ ചെയ്തു കിട്ടാം. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് വീഡിയോ അതിൽ ഷെയർ ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ആപ്പിൾ എടുത്ത് കളഞ്ഞത്. ഒരുപാട് ആളുകൾ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്തു. കംപ്ലൈൻറ്റ് കാര്യങ്ങളെല്ലാം പോയപ്പോൾ അതിൽ സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് ആപ്പിൾ മനസ്സിലാക്കിയപ്പോൾ അവരുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് അത് എടുത്ത് കളഞ്ഞു. കാരണം അവരുടെ റൂൾസിന് അതെതിരാണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ ടെലഗ്രാം ഇതിൽ ഇടപെട്ടു, ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തു. ഇത് അപ്ലോഡ് ചെയ്ത യൂസറെയും ടെലഗ്രാം ബാൻ ചെയ്തു. അതിനുശേഷമാണ് ആപ്പിൾ തിരിച്ച് ടെലഗ്രാം അവരുടെ ആപ്പ് സ്റ്റോറിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം ആളുകളെ വെറും ടെലഗ്രാമിൽ നിന്ന് മാത്രം ബാൻ ചെയ്താൽ പോരാട്ടോ. കംപ്ലീറ്റ് ഇൻ്റർനെറ്റ് അവർക്ക് ഉപയോഗിക്കാനേ പാടില്ല. ഗവൺമെൻറ് ഇടപെട്ട് അവർക്കുള്ള കംപ്ലീറ്റ് ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും കട്ട് ചെയ്ത് കളയണം. പിന്നെ ജീവിതത്തിൽ അവരത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു 10 കേസ് ചെയ്താൽ മതി. പിന്നെ ആരും ഇമാതിരി പരിപാടി ചെയ്യാനായിട്ട് ഇറങ്ങില്ല. അപ്പോൾ ഈ മാസം 12-ാം തീയതി, അതായത് വരുന്ന ബുധനാഴ്ച, ഗൂഗിൾ പിക്സൽ 11 സീരീസ് ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. 12-ാം തീയതി മുതൽ തന്നെ ഈ ഫോണുകളുടെ എല്ലാത്തിൻ്റെയും പ്രീ ബുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യും. ഫ്ലിപ്കാർട്ട് വഴി അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ വഴിയാണ്, ഓൺലൈൻ സ്റ്റോർ വഴിയാണ് ഗൂഗിൾ പിക്സൽ 11 സീരീസ് വാങ്ങാനായിട്ട് പറ്റുക. ഇത്തവണയും ഗൂഗിൾ പിക്സൽ 11, 11 പ്രോ, 11 പ്രോ XL, പിന്നെ നെക്സ്റ്റ് ജനറേഷൻ ഫോൾഡ് ഫോണും, അതുകൂടാതെ ഗൂഗിൾ പിക്സൽ വാച്ച് 5ഉം ഇത്തവണ വരുന്നുണ്ട്. പ്രൈസ് ഒരു വിഷയമല്ല. നിങ്ങൾ എന്തായാലും ഈ പറയുന്ന പിക്സൽ 11 സീരീസ് ഫോണുകൾ വാങ്ങുമെങ്കിൽ 12-ാം തീയതി തന്നെ അത് പ്രീ ബുക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫയർബോൾട്ട് എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഇറക്കുന്ന വിവരം നമ്മൾ മുൻ ന്യൂസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മാസത്തോളമായിട്ട് കമ്മിങ് സൂൺ സ്റ്റേജിലായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 25-ാം തീയതിയാണ് ഫയർബോൾട്ടിൻ്റെ 2 സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. എവോ എന്ന് പറയുന്ന 4G ഫോണും എയ്സ് എന്ന് പറയുന്ന 5G ഫോണുമാണ് അവർ 25-ാം തീയതി ലോഞ്ച് ചെയ്യുന്നത്. 20,000 രൂപയ്ക്ക് താഴെ വരുന്ന 2 മോഡൽ ഫോണുകളായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അറിയാതെ പോലും ഇപ്പോൾ ആ ഫോണുകൾ എടുക്കരുത് കേട്ടോ. അതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി വെക്കുക. അവരുടെ സ്മാർട്ട് വാച്ചുകൾ വാങ്ങിയിട്ടുള്ള അവസ്ഥ പലർക്കും അറിയാം. സർവീസ് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ശോകമാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഇറക്കി കൊടുത്താൽ മാത്രം പോരാ, അതിനുള്ള ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് കൂടി ബ്രാൻഡ് തരണം. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു ഫയർബോൾട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം ഇവരുടെ ഫോണുകൾ എടുക്കുക. അതുപോലെ ഐക്യുവിൻ്റെ സൈഡിൽ നിന്നുള്ള Z11 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഈ മാസം 20-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോണിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം അവർ ഒഫീഷ്യലി ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വിവോൻ്റെ S2 എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ, അതിനോട് ഭയങ്കര സിമിലർ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഗൂഗിൾ പിക്സൽ സീരീസുകളിലെ ക്യാമറ മൊഡ്യൂൾ പോലെയാണ് ഈ ഒരു IQ Z11 ക്യാമറ മൊഡ്യൂൾ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7500 എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു IQ Z11 എന്ന് പറയുന്നത്. കർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്.
ബാക്കി സ്പെക്ക് കാര്യങ്ങളൊന്നും ഞാൻ തപ്പിപ്പോയില്ല. എന്തായാലും ഒരു 40,000 രൂപയ്ക്ക് താഴെ വരും എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ ഏകദേശം 30,000 രൂപയ്ക്കൊക്കെ വരും എന്നാണ് കേട്ടോ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം നമ്മുടെ വിവോ T5 Pro എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്തത് 30,000 രൂപയ്ക്കായിരുന്നു. ഇപ്പോൾ 35,000 എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഒരു iQOO Z11 വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് പല വീഡിയോയിലും ഞാൻ 30,000 രൂപയ്ക്ക് ആ ഒരു ഫോൺ കിട്ടും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് 40,000 രൂപയ്ക്ക് താഴെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും 20-ാം തീയതി iQOO Z11 ലോഞ്ച് ചെയ്യുന്നുണ്ട്. നല്ല ഡീലിൽ കിട്ടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. റിയൽമിയുടെ സൈഡിൽ നിന്ന് റിയൽമി 16X എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്ന ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 12-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മീഡിയടെക്കിന്റെ Dimensity 6300 എന്ന് പറയുന്ന പ്രോസസ്സർ, 8000 mAh ബാറ്ററി, LCD ഡിസ്പ്ലേ. അതായത് ഈ ഒരു സ്പെക്കിൽ എത്രമാത്രം സ്മാർട്ട് ഫോണുകൾ റിയൽമി ഇന്ത്യൻ മാർക്കറ്റിൽ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളത് റിയൽമിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്ക് തന്നെ ഓർമ്മ ഉണ്ടായിരിക്കില്ല. റിയൽമി നാർസോ 100 ലൈറ്റ്, റിയൽമി P4 ലൈറ്റ്, റിയൽമി C83 എന്നും പറഞ്ഞ് ഒരുപാട് ഫോണുകൾ ഇതേ സ്പെക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിലോട്ട് പുതിയൊരു റിയൽമി 16X എന്ന് പറയുന്ന ഫോൺ കൂടി 12-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം 20,000 രൂപയ്ക്കൊക്കെ താഴെയാണ് പ്രൈസ് വരേണ്ടത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതുവരെ പോകുന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. അതുപോലെ പോക്കോയുടെ സൈഡിൽ നിന്ന് പോക്കോ M8 പവർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ 6.99 ഇഞ്ച് വരുന്ന ഫുൾ HD+ OLED ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിരിക്കുന്നത്. 8000 mAh ബാറ്ററി വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത്. 4 മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷനും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചുമാണ്. അതായത് മൊത്തം 6 വർഷത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് പോക്കോ ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്ന ഈ ഒരു ഫോണിൽ സിംഗിൾ മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഇതിന്റെ 6GB റാം, 128GB ഇന്റേണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 24,999 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിന്റെ സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഫോണിന്റെ, അതായത് പോക്കോ M8 പവർ എന്ന് പറയുന്ന ഫോണിന്റെ റെഡ്മി വേർഷൻ ആയിട്ടുള്ള റെഡ്മി നോട്ട് 17 എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പെക്ക് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഇല്ല. പക്ഷേ പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇതിന്റെ 6GB റാം, 128GB ഇന്റേണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 27,999 രൂപയാണ് പ്രൈസ് കാണിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 12-ാം തീയതി മുതലാണ് ഈ ഒരു ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ വിവോയുടെ സൈഡിൽ നിന്ന് S സീരീസിൽ S2 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ വിവോ S സീരീസിൽ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. ഈ ഒരു S സീരീസ് എന്ന് പറയുന്നത് Y സീരീസിന് മുകളിലും അതുപോലെ V സീരീസ് ഉണ്ടല്ലോ അതിന് താഴെയായിട്ട് വരും. ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസ് ക്രൈസിസ് ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഓഫ്ലൈൻ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു S സീരീസ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കഥ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് മീഡിയടെക്കിന്റെ Dimensity 7360 ടർബോ എന്ന് പറയുന്ന പ്രോസസ്സർ, 6.83 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ, 7025 mAh ബാറ്ററി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഡിസൈൻ അത്യാവശ്യം കൊള്ളാം. നമ്മൾ iQOO Z11 കാണാൻ പോകുന്ന പോലത്തെ സെയിം ഡിസൈൻ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഗൂഗിൾ പിക്സൽ സീരീസ് ഒക്കെ പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. കാണാനൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ 128GB ഇന്റേണൽ മെമ്മറി വരുന്ന ബേസ് വേരിയന്റിന് 39,999 രൂപയാണ് പ്രൈസ് കാണിക്കുന്നത്. ഓഗസ്റ്റ് 11-ാം തീയതി മുതൽ ഇതിന്റെ സെയിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐടെൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് Ace 3 ഹീര എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഫോൺ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫീച്ചർ ഫോണാണ്, ബാറ്ററി കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാം, കീപാഡ് ഉണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 950 രൂപ മുതലാണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ കിട്ടും. അതുപോലെ HP-യുടെ സൈഡിൽ നിന്ന് Omni Pad 12 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബ്രാൻഡുകൾ ടാബ്ലറ്റ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്തിനാണാവോ? ഇതിൽ 12 ഇഞ്ചിന്റെ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. ബാറ്ററി സൈസ് എത്രയാണെന്നുള്ളത് അവർ ഒരിക്കലും മെൻഷൻ ചെയ്തതായിട്ട് കണ്ടില്ല. എന്തായാലും ഇതിന്റെ 128GB ഇന്റേണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 48,999 രൂപയാണ് പ്രൈസ് വരുന്നത്. സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൈസിന് യാതൊരു കാരണവശാലും എടുക്കരുത് കേട്ടോ. അതിനേക്കാളൊക്കെ നല്ല ടാബ്ലറ്റുകൾ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ മോട്ടോറോയുടെ സൈഡിൽ നിന്ന് മോട്ടോ പാഡ് 70 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും 12.1 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ, മീഡിയടെക്കിന്റെ Dimensity 6400 എന്ന് പറയുന്ന പ്രോസസ്സർ, 10,200 mAh ബാറ്ററി, അങ്ങനെ ബേസിക് ആയിട്ടുള്ളൊരു ടാബ്ലറ്റ് ആണ് ഇത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 34,000 രൂപയാണ്. ഈ മാസം 15-ാം തീയതി മുതലാണ് ഫ്ലിപ്കാർട്ട് വഴി ഈ ഒരു മോട്ടോ പാഡ് 70യുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് അവരുടെ A സീരീസിൽ A7 Pro Max എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു പക്ഷേ ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതായത് ഇതിൽ കൊടുത്തിരിക്കുന്നത് 10,000 mAh ബാറ്ററി, OLED ഡിസ്പ്ലേ, അതുകൂടാതെ സ്നാപ്ഡ്രാഗൺ 4 Gen 5 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത്. ഏകദേശം ഒരു 25,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപയ്ക്കൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വരികയാണെങ്കിൽ നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള OLED ഡിസ്പ്ലേ പാനൽ ഫോണുകൾ വാങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി
ഏത് റേഞ്ചിലൊക്കെ വരുമോ എന്നുള്ളത് അറിയില്ല, ഇനി വരുമോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ August 11 ഷവോമിയുടെ സൈഡിൽ നിന്ന് Redmi K100 Pro എന്ന് പറയുന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് കേട്ടോ. അതായത് 185 Hz റിഫ്രഷ് റേറ്റ് വരുന്ന OLED ഡിസ്പ്ലേ പാനൽ കൊടുത്തിട്ടുണ്ട്. 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8550 mAh ബാറ്ററി വരുന്നുണ്ട്. അതുകൂടാതെ സ്നാപ്ഡ്രാഗൺ 8 Gen 5 V സീരീസിൽ വരുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന ഫോൺ കൂടിയാണ് ഈ ഒരു K100 Pro എന്ന് പറയുന്നത്. ഈ V സീരീസ് എന്താണെന്ന് വെച്ചാൽ നോർമലി കിട്ടുന്ന 8 Gen 5 ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചും കൂടി ഓവർ ക്ലോക്ക്ഡ് വെർഷനാണ്. ഏകദേശം 4.1 മില്യൺ ആൻഡ്രോയിഡ് സ്കോർ ഒക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു Redmi K100 Pro എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നില്ല. സോ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല, ചൈന എക്സ്ക്ലൂസീവായിട്ട് അവിടെ തന്നെ നിൽക്കും. എന്തായാലും ഇങ്ങനെ ഒരു ഫോൺ 11 ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ CMFന്റെ സൈഡിൽ നിന്ന് ക്ലിപ്പ് പ്രോ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇയർ TWS കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇതുവരെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം കാണാൻ നല്ല രസമുണ്ട്. അതായത് ഇന്നിയർ ആയിട്ടല്ല വരുന്നത്, ചെവിമ ഇങ്ങനെ കടുക്കൻ പോലെ ഇടുന്ന ഒരു TWS ആണ്. ഇതിൻ്റെ US-ലത്തെ പ്രൈസ് വരുന്നത് $99. അതുകൂടാതെ UK-യിലും ജപ്പാനിലും ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അടക്കം ഗ്ലോബൽ മാർക്കറ്റിൽ ഏകദേശം സെപ്റ്റംബർ 15 കൂടിയിട്ട് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂസ് ഞാൻ കണ്ടത്. ഇനി വരുമോ ഇല്ല എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഒരുപാട് ബ്രാൻഡുകളുടെ സൈഡിൽ നിന്ന് നമുക്ക് കീബോർഡുകൾ, ഇതുപോലെ TWSകൾ പോലുള്ള മറ്റേ ആക്സറീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ റാമുകൾ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആക്സറീസ് എല്ലാ ബ്രാൻഡുകളും ഇനി ചവറ് പോലെ പുറത്തിറക്കിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് പിടിച്ചു നിൽക്കണമല്ലോ. മാർക്കറ്റിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് അവരുടെ വന്നാലാണ് അവർക്കും മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ലാവയുടെ സൈഡിൽ നിന്നും ഒരു TWS കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോ ബഡ്സ് എക്സ്പ്ലോർ 25 ഡിഗ്രി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ കേസിലൊരു LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് എത്രയാണ്, ടൈം എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ ഓരോ ഇയർ സ്പീക്കറിലും എത്ര ബാറ്ററി റിമൈനിങ് ഉണ്ട് എന്നുള്ളതും അതിൽ കാണിക്കും. ഇതിൽ ANC സപ്പോർട്ട് കിട്ടുന്നില്ല, ENC സപ്പോർട്ട് മാത്രമാണ് പറയുന്നത്. അതുകൂടാതെ 50 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബാറ്ററി ലൈഫ് കിട്ടുമെന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 1999 രൂപയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള എല്ലാ ഇ-കോമേഴ്സ് വെബ്സൈറ്റിലും ഈ ഒരു പ്രോ ബഡ്സ് എക്സ്പ്ലോർ 25 ഡിഗ്രി എന്ന് പറയുന്ന TWS അവൈലബിൾ ആണ്. അതുപോലെ പോവ ബ്രാൻഡിങ്ങിലും ഒരു TWS August 14 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പോവ ബഡ്സ് പ്രോ AI എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏകദേശം 2000 രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബാക്കി ഇതിൻ്റെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ തപ്പിപ്പോയില്ല ആക്ച്വലി. എന്തായാലും 14 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം കൺഫേം ആണ്. പിന്നെ അൾട്രാ പ്രോ ലിങ്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് സ്നാപ്സി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഗ്രിപ്പ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിലൊക്കെ മാഗ്നറ്റ് വഴിയോ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന റിങ് വഴിയോ നമുക്കിത് ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്മാർട്ട് ഫോണിനെ നമുക്കൊരു ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ക്യാമറ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിലൊരു ബ്ലൂടൂത്തിൻ്റെ റിമോട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ വയർലെസ് ആയിട്ട് നമുക്ക് ഫോട്ടോ കാര്യങ്ങളെല്ലാം ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ്രോയിഡിലും അതേപോലെ iOS-ലും ഈ പറയുന്ന മാഗ്നറ്റിക് ഗ്രിപ്പ് സപ്പോർട്ട് ചെയ്യും. 1999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആമസോണിൽ മാത്രമാണ് ഞാൻ ഇതിൻ്റെ അവൈലബിലിറ്റി കണ്ടത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫി വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ വോഡഫോൺ ഐഡിയ അതായത് VAയുടെ കണക്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതും മാസം 435 രൂപയുടെ മന്ത്ലി പ്ലാനാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിഫൈ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇനി ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. അധികം ആളുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വോഡഫോണിൻ്റെ കണക്ഷൻ, ഈ VAയുടെ കണക്ഷൻ ഉപയോഗിക്കുന്നില്ല. എല്ലാവരും ജിയോയിലോട്ടും എയർടെലോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ഇങ്ങനൊരു ഓഫർ VA ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ വാട്സാപ്പിൽ ഗ്രൂപ്പ് സംബന്ധമായിട്ട് 2 പുതിയ അപ്ഡേറ്റുകൾ മെറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രൂപ്പിൽ നമ്മൾ ഇനി @all എന്ന് ഇടുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും മെൻഷൻ ചെയ്യും. ഓരോരുത്തരും ഇനി ഇൻഡിവിജ്വലായിട്ട് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് @all എന്ന് എഴുതിയാൽ മതി. പിന്നെ ഒരു ഗ്രൂപ്പിൽ തന്നെ നമുക്ക് സൈഡ് ഗ്രൂപ്പായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചാറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് അവർ പറയുന്നത്, ഇപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ, ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ആ ആളെ ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് സംസാരിക്കണമെങ്കിൽ, ആ ബർത്ത്ഡേ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കൂടുതലൊന്നും ചെയ്യേണ്ട കേട്ടോ. പ്ലേ സ്റ്റോറിൽ പോവുക, നമ്മളുടെ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഈ ഗൂഗിളിൻ്റെ ജെമിനി വരുന്നതിന് മുന്നേ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇപ്പോഴും ഒരുപാട് ഫോണുകളിൽ ഗൂഗിൾ ജെമിനിയിലോട്ടുള്ള അപ്ഡേഷൻ വന്നിട്ടില്ല. അവിടെയും ഗൂഗിൾ അസിസ്റ്റൻ്റ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 4 മുതൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഗൂഗിൾ ഒഫീഷ്യലി അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് ഗൂഗിൾ ജെമിനി വരും. അത് അവരുടെ എല്ലാ മേഖലകളിലും, ആൻഡ്രോയിഡ് OS ആണെങ്കിലും അതേപോലെ വെയർ OS ആണെങ്കിലും അവരുടെ കാർ OS ആണെങ്കിലും എല്ലാത്തിലും കംപ്ലീറ്റ് OS-ലും ഈ പറയുന്ന അവരുടെ അസിസ്റ്റൻറ്റ്, ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ അവർ റീപ്ലേസ് ചെയ്ത് പകരം ജെമിനി വരും. ഓക്കെ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ കാലമായി.
പക്ഷേ ഒഫീഷ്യലായിട്ട് ഈ പറയുന്ന സെപ്റ്റംബർ 4 മുതൽ ഇനി ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, അത് ജിയോ എയർടെൽ യൂസേഴ്സിനുള്ള ഒരു സന്തോഷ വാർത്തയാണ്. ഞാനൊരു ജിയോ യൂസറാണ് കേട്ടോ, അതുകൂടാതെ ഒരു എയർടെലിൻ്റെ സിമ്മും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സന്തോഷ വാർത്തയാണ്. മിക്കവാറും ഈ ഒരു മാസം അവസാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നിലവിലുള്ള പ്ലാനിൽ ഒരു 10% മുതൽ 15% വരെ പ്രൈസ് ഹൈക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും എവിടേക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്, സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ എവിടെ നോക്കിയാലും വില കൂടുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല. ഇപ്പോൾ ഈ പറയുന്ന മൊബൈൽ താരിഫും കയറാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 1 ഇയർ പ്ലാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1000 രൂപയുടെ പ്രൈസ് ഹൈക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഇപ്പോൾ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ പ്ലാൻ അവസാനിക്കുന്നതോട് കൂടിയിട്ട് 1 ഇയർ പ്ലാൻ ഇപ്പോൾ റീചാർജ് ചെയ്തിടുക, ഏകദേശം 3500 രൂപ വരും, അല്ലെങ്കിൽ 3000 രൂപയുടെ അടുത്ത് വരും. അങ്ങനെ നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന പ്രൈസ് ഹൈക്ക് നിങ്ങളെ ബാധിക്കില്ല. പിന്നെ എല്ലാവർക്കും ഈ പറയുന്ന പോലെ 3000 3500 ഒന്നും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പലരും മന്ത്ലി റീചാർജ് ചെയ്താണ് പോകുന്നത്. എളുപ്പമല്ല ഈ ഒരു കാലത്ത് ജീവിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയല്ല, പ്രൈസ് ഹൈക്ക് ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളതാണ്. മനുഷ്യന് ശമ്പളം കിട്ടുന്നതിനേക്കാളും കൂടുതലാണ് ചിലവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സ്മാർട്ട് ഫോണുകൾ വാങ്ങാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം, ഞാനൊക്കെ സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഇത് വിൽക്കുമ്പോൾ ആദ്യം നഷ്ടം ഒരു 3000-4000 രൂപയായിരുന്നു. ഇപ്പോൾ വിൽക്കാൻ നിന്നാലും വാങ്ങാൻ ആളില്ല, അതും കൊല നഷ്ടമാണ് വരുന്നത്. എനിക്കിനി ഇത് എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അറിയില്ല. നമുക്കിതുപോലെ ന്യൂസും അതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. എന്തായാലും ഇത്രയും ന്യൂസുകളാണ് ഞാൻ ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതുപോലുള്ള സെഗ്മെൻറ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.